ഇന്നത്തെ വീഡിയോ ഒരു പക്ഷേ നമ്മുടെ ബ്ലൂബിയുടെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും. ഞാൻ അവളോട് പറഞ്ഞിരുന്നു അവിടെ നിന്ന് വിട്ടു പോകില്ല. കച്ചവടം അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാനൊന്നുമല്ല, അത്രയും ഇഷ്ടപ്പെട്ട് കൊണ്ടിടുന്ന വണ്ടിയാണ്. അതുകൊണ്ട് ഒരിക്കലും ഞാനിതിൽ നിന്ന് പിന്നെ ഈ ഒരു വണ്ടി വിറ്റ പ്രൈസ് നിങ്ങൾ കേട്ടാൽ ഞെട്ടും. ബ്ലൂബിയുടെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും. നമ്മുടെ വണ്ടി ചിലപ്പോൾ നമ്മളത് കൊടുക്കാൻ പോവുകയാണ്. സോ പെട്ടെന്നുള്ള പ്ലാനിങ് ആയിരുന്നു. ഒരു ടീം വന്നിട്ടുണ്ട്. വന്ന് കണ്ട് അവർക്ക് ഓക്കെ ആണെങ്കിൽ എടുക്കുക, കൊടുക്കുക, അത്ര തന്നെ. അല്ലെങ്കിൽ നിർബന്ധിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ തന്നെ നോക്കും, എന്താവും നോക്കാം. ജസ്റ്റ് നമ്മൾ വണ്ടി കൊടുക്കാൻ വേണ്ടി നമ്മൾ ഫസ്റ്റത്തെ പാർട്ടി കൊടുക്കാനായിട്ട് ഒരുപാട് പേര് കോൺടാക്ട് ചെയ്ത് ഞാൻ പ്രൈസ് അത്രയും കുറച്ചിട്ടാണ് കൊടുക്കുന്ന. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബിസിനസ് അല്ല, ഇത് കാര്യം ഇഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത വണ്ടിയാണ്. അപ്പം ഞാൻ നല്ല നോക്കുന്ന ഒരാളെ നോക്കിയിട്ടാണ് കൊടുക്കുന്നത്. പൈസ വളരെ കുറച്ചിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ ടീമിനെ പോയി കണ്ടു നോക്കാം. വലിയ ഡിമാൻഡ് ഒന്നും ഇല്ല, എടുക്കുക ഇല്ലേ വേണ്ട അങ്ങോട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ പോയി പാർട്ടിനെ കണ്ടിട്ട് വരാം. അപ്പോൾ ഒന്ന് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ചെക്കന്മാരുടെ അടുത്ത് ചെന്നു, നമ്മുടെ വണ്ടി കൊടുത്തു. അതേസമയത്ത് നമ്മൾ ചുമപ്പുമുണ്ടാക്കിയിട്ട് എന്തായാലും വിഷമം കാണിക്കാതിരിക്കാൻ റീൽസ് ഇടാൻ വേണ്ടി, ഫോട്ടോ സ്റ്റോറി ഇടാൻ വേണ്ടി ചിരിച്ചുകൊണ്ട് 1-2 സ്ലോ മോഷൻ വീഡിയോസ് ഇട്ട് അങ്ങനെ വണ്ടി അവർ ഓടിക്കാൻ വേണ്ടി കൊണ്ടുപോയി. അങ്ങനെ പോയി വന്നൊക്കെ നല്ല അടിപൊളി അഡാറ് മഴയൊക്കെ പെയ്യുന്നുണ്ട്. മഴ എന്ന് പറയുമ്പോൾ ഐശ്വര്യം, അതാണ് നമ്മുടെ ബ്ലൂബി എന്ന് പറയുന്നത് നമ്മുടെ വലിയൊരു ഐശ്വര്യം തന്നെയായിരുന്നു. പക്ഷേ വണ്ടി ഇനിയും കിടന്ന് പണിയാവുണ്ടല്ലോ, നോക്കാൻ എന്നെക്കൊണ്ട് ആളില്ലാത്തതുകൊണ്ട് ആയിപ്പോയി. അതുകൊണ്ട് മാത്രമാണ് ഈ അവസ്ഥ. അങ്ങനെ പിള്ളേർ വണ്ടി നോക്കുന്നുണ്ട്. വണ്ടീൻ്റെ കാര്യം എന്താണെന്ന് അറിയില്ല, നല്ല മഴ പെയ്തിട്ടുണ്ട്. നമുക്ക് എന്താ ഡീലെന്ന് നോക്കാം. നല്ല വിഷമമുണ്ട്, പക്ഷേ വണ്ടി വെറുതെ കിടക്കുന്ന കാണുമ്പോൾ നശിച്ചു പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അല്ല, പിള്ളേർ വണ്ടിയൊക്കെ ഫുള്ള് സ്കാൻ ചെയ്ത് നോക്കുന്നുണ്ട്. എന്നാലും നമുക്ക് നോക്കാം. ഭയങ്കര വിഷമത്തോടെ നോക്കിയിരിക്കും. എടാ, അത് എത്ര ആവും വണ്ടി കൊടുക്കുമ്പോൾ? അതൊരു ഇത് തന്നെയാണ്, മനസ്സിലായ? വണ്ടി എന്താണെങ്കിലും 4 ടയർ പെറുക്കി കൊടുക്കാനാണെങ്കിലും അതൊരു വിഷമം തന്നെ. സോ ഗൈസ്, അങ്ങനെ വണ്ടി കച്ചവടമായിരിക്കുകയാണ്. ഹംസേ, കരയണ്ട കേട്ടാ, നീ കരയണ്ടേ? എന്തിനാ കരയുന്നതാ? നമുക്ക് ചാവി കൊടുക്കാം. കുറച്ച് വീഡിയോ എടുത്തോ, കുറച്ച് ഓഫ് ആക്കണം. രണ്ട് സിനിമ ആക്കണ്ട. പറിച്ചു കാണൽ ചടങ്ങിലോട്ട് പോവാ. കല വരുമോ? കണ്ണീർ പാടം. അങ്ങനെ അത് നടക്കൂലടാ. അത് കൊമ്പനെ നെറ്റിപ്പട്ടം പോലെ കൊണ്ടു നടന്ന് എന്റെ പട്ടം പോയിരിക്കുകയാണ്. പോയതല്ല, കൊടുത്തു. കാര്യം എന്ന് വെച്ചാൽ സാഹചര്യങ്ങളോ ഫിനാൻഷ്യൽ പ്രശ്നമൊന്നും അല്ല. ഞാൻ നാട്ടിലുണ്ടാവില്ല. വണ്ടി ഒന്ന് ഞാൻ പോയ സാധനം വരുന്നുണ്ട് മക്കളെ. അത് പിന്നെ എപ്പോ അങ്ങനെ ആയിരിക്കുമല്ലോ, കുറച്ച് വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും വരുന്നുണ്ട് സാധനം ഇറക്കും. പക്ഷെ ഒരിക്കലും മോഡിഫൈഡ് ആയിട്ടുള്ള കുറച്ച് പരിപാടികളൊന്നും ആയിരിക്കില്ല. ഫോർ മൈ ഫാമിലി, അത് ഞാൻ ഓൾറെഡി പറയാം. ഫാമിലിക്ക് വേണ്ടി ഫാമിലി മാൻ ആയി ഞാൻ. അതുകൊണ്ട് ഇനി ഫാമിലിക്ക് വേണ്ടിയുള്ള സഹായിക്കടാ നോക്കിക്കാതെ. പെണ്ണ് കാണൽ ചടങ്ങ് അവനിങ്ങനെ നീ എന്നാ പെണ്ണാണോ വന്നേ? നോക്ക് നോക്ക്. സൈക്കിൾ ആണെങ്കിൽ ശരി, വണ്ടി കൊടുക്കുമ്പോൾ ആ മൊമെന്റ് സോ പ്രിക്കീഷ്യസ്. എന്താണ് ഞാൻ പറഞ്ഞത്? എടാ അല്ലെ, അത് ഫ്രണ്ടിൽ പറിക്കാൻ പറ്റുന്നില്ല. ബൈ ദ വൈ സമർപ്പിക്കുന്നു. സോ ഗൈസ്, അങ്ങനെ പള്ളിയുടെ മുമ്പെന്ന് നമ്മൾ 1.5 വർഷം മുന്നേ ഇറക്കി. 1.5-2 അപ്പോൾ ഈ പള്ളിയുടെ മുമ്പ് വന്ന് നമ്മളെല്ലാ വീഡിയോ എടുക്കുന്നത്. നമ്മളെ വണ്ടി ഇറക്കി അവിടെ നിർത്തിയിട്ട് വണ്ടി റിവീൽ ചെയ്ത്. അപ്പോൾ അതേ പള്ളിയുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മുടെ ബ്ലൂബിയുടെ ലാസ്റ്റ് വീഡിയോ എടുക്കുകയാണ്. ഹംസി ഇപ്പോൾ കാര്യം നമ്മളൊക്കെ അത് കഴിഞ്ഞ മഴയത്ത് പോയി എടുത്തതാണ്. എന്തായാലും നമുക്ക് പയ്യന്മാരുണ്ട്. സെറ്റല്ലടാ? സെറ്റാണ്. ഒരുത്തന്നെ ഒളിച്ച് കളിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ചാവി കൊടുത്ത് ചെക്കന്മാരെ ഹാപ്പിയാക്കി വിടാം.
എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഒരു പ്ലാനും എനിക്ക് തന്നെ ഇല്ല. പ്ലാൻ ഇട്ടിട്ട് നമുക്ക് നെക്സ്റ്റ് പ്ലാൻ എന്താണെന്ന് പറഞ്ഞുതരാം. ഞാൻ അതെടുക്കുന്നത് ആംസേ, ജീറ്റോ. അതാണെങ്കിൽ ഓടിയിട്ടാണെങ്കിലും പൈസ തിരിച്ചു പിടിക്കും. ഇതിപ്പോ ഒന്നുമില്ല പൈസ. പൈസ ഉണ്ടെന്നുണ്ട് നമ്മുടെ SBI ക്യാഷ്. എത്ര? അതിപ്പോ നമ്മള് പറഞ്ഞോണ്ടല്ലോ 30 പറഞ്ഞേ. 30,000 രൂപ കൊടുത്തപ്പോ ആടാളിയാ 32 ഉണ്ട്. ഞാൻ വിചാരിച്ചപ്പോ കൈ നിട്ട് വന്നു. എടാ സത്യം പറ ഉണ്ടാ, ഞാൻ എണ്ണുന്നില്ല. ഇപ്പൊ നീ ഇവൻ പറഞ്ഞോണ്ട് 30 പറയുന്നില്ലേ? ഉണ്ടല്ലേ? ഓക്കെ, വല്ലാത്തൊരു ഓർമ്മയാവും. നീ ഇനി ഓർക്കരുത് കേട്ടാ. അപ്പൊ അങ്ങനെ. അപ്പൊ മക്കളെ ഹാപ്പി സെറ്റാക്കുക. പിന്നെ ചെക്കൻ ഇരിട്ടിയിലാണ്, നമ്മള് കൊച്ചിയിലുമാണ്. അപ്പൊ അവിടെയാണെങ്കിൽ ഇവിടെയാണെങ്കിൽ നമുക്ക് ബ്ലൂബിനെ കാണാം. അപ്പോൾ ഇനി ബ്ലൂബിനെ കുറച്ച് പരിപാടികൾ ബാക്കിയുണ്ട്. അപ്പൊ ചെക്കൻ കൊണ്ടുപോയി പണി തീർത്ത് ഇറക്കുമ്പോൾ നമുക്ക് നമ്മുടെ ബ്ലൂബി പോയി കണ്ടിട്ട് അപ്പൊ ഒരു വീഡിയോ ചെയ്യാം. അല്ല നമുക്ക് ഇരിട്ടിയിലുണ്ടാവും അല്ലേ? നമുക്ക് ഇടക്കാനോ പോകാം. ഇടക്കാനോ നാട്ടിലുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെ കൊച്ചി പോകുമ്പോൾ നമുക്ക് അവിടെ നിന്ന് കാണാം. എടാ നീ ഇങ്ങനെ ഹൈപ്പ് കൊടുക്കില്ല, എന്റെ 10 പൈസയില്ല. അപ്പോ അങ്ങനെയാണ് കഥകൾ. അപ്പൊ ചെക്കൻ നാട്ടിൽ തന്നെ ഇല്ല, അതാണ് നമ്മൾ അങ്ങനെ ഒന്നും നോക്കിയില്ല. അപ്പൊ എന്തായാലും സെറ്റായി പണിയണം കേട്ടോ വണ്ടി. സോ വണ്ടി കൈമാറി നമ്മൾ ലാസ്റ്റ് റൈഡുമായിട്ട് വന്ന് ചെക്കൻ റിച്ച് ആയിട്ട് 1000 റുപ്യക്ക് എണ്ണയൊക്കെ അടിച്ച് പവർ ആകുന്നുണ്ട്. എടുക്കുന്നവരെ ഒരാഴ്ചയൊക്കെ ആയിരിക്കും. പിന്നെ എക്സോസ്റ്റ് ഇട്ട് എണ്ണ തീരുമ്പോൾ ശീലമാകുമ്പോൾ പിന്നെ 150, 250 ആന കിടക്ക് നോക്കി. ആന നമുക്ക് എന്തായാലും ഈ ഒരു സാധനം കിടക്കണം. അല്ല ഒരു ദിവസം ആന. അപ്പോ ഇപ്പൊ നമ്മളെ കോളേജ് ഇറങ്ങിയിട്ട് നമ്മൾ ചവിട്ടു. ഇത് നമ്മുടെ വണ്ടിയല്ല. എന്തായാലും നമ്മളിപ്പോ കൈ നീട്ടി കയറിയ ആളായിപ്പോയി യാത്രക്കാരി. നിന്നെ പോലെയല്ല ചെക്ക 1000 റുപ്യ എണ്ണ അടിച്ചു. 1000 അങ്ങനെ ബ്ലൂബി കൊടുത്തപ്പോൾ ഭയങ്കര ഒരു വിഷമം പെട്ടെന്നായിരുന്നു. ആദ്യമായിട്ട് കണ്ട ഒരാളാണ്. പൈസ നല്ല കുറച്ച് കൊടുത്ത്. സോ അടുത്ത സ്ഥലത്തോട്ട് നമ്മൾ പോവുകയാണ്. ബാക്കി പ്ലാൻസ് ഒക്കെ അടുത്തിട്ട് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മളിപ്പോൾ ഒന്ന് വടകര വരെ പോവാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത തുടക്കത്തിലുള്ള തുടക്കമാണ്, ജസ്റ്റ് കാണുക എന്നുള്ള രീതിയിൽ. പുതിയ വണ്ടി എന്തിറക്കും, എന്താ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. എന്നാലും പോയി നോക്കാം. പെട്ടെന്ന് കൊടുത്തപ്പോൾ എന്തോ പോലെ. ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്ന് വടകര വരെ പോയിട്ട് വരാം. ബാക്കി വിശേഷങ്ങൾ അവിടെ. ഗായ്സ്, അങ്ങനെ സമയം ഏകദേശം രാത്രി 10-12 മണിയാവാറായി. അങ്ങനെ നമ്മൾ ബ്ലൂബി കൊടുത്തിരിക്കുകയാണ്. വളരെ സഡൻലി ചെയ്ത ഒരു കാര്യമാണ്. ആക്ച്വലി ഇങ്ങനൊരു കാര്യം നടക്കുമെന്ന് ഞാൻ കൊടുക്കണമെന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ വണ്ടി വെറുതെ കിടന്ന് പണിയാവുമായിരുന്നു. ആൻഡ് ഓൾസോ കൊടുക്കണ്ടെന്നുമുണ്ട്. നിങ്ങൾ കാണുന്നവർ ഞാൻ വണ്ടി സെറ്റാക്കി കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ കൊടുത്ത് കളയുമെന്ന് നിങ്ങൾ വിചാരിച്ചില്ല. അതേ അവസ്ഥയിലാണ് ഞാൻ. ജസ്റ്റ് നമ്മുടെ ഒരു വീഡിയോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം. ഇപ്പോഴും ഞാൻ പറയുകയാണ്, ഫോളോ ചെയ്യാത്തവരുണ്ടെന്ന് ചാടി കയറി ഫോളോ ചെയ്യണേ. കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് പിൻ ചെയ്ത് വെച്ചേക്കുക ഫ്രീക്ക് വേണ്ടി. അപ്പോൾ ഒരു റീൽ ഇട്ടായിരുന്നു. അപ്പോൾ ഒരുത്തൻ ഇങ്ങനെ മെസ്സേജ് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞ ചെക്കനാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇരിട്ടിയിലുള്ളതാണ്, കൊച്ചിയിലുള്ളതാണ്. അപ്പോൾ വണ്ടി നാട്ടിൽ തന്നെയാണല്ലോ, അവിടെ പിന്നെ നമുക്ക് എപ്പോഴും കാണാമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ വണ്ടി വന്ന് നോക്ക്. ഞാൻ പിന്നെ ഈ വണ്ടി ഒരിക്കലും എൻ്റെ ഒരു കച്ചവടം അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാനൊന്നുമല്ല, അത്രയും ഇഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന വണ്ടിയാണ്. അതുകൊണ്ട് ഒരിക്കലും ഞാനിതിൽ നിന്ന് പിന്നെ ഈ ഒരു വണ്ടി വിറ്റ പ്രൈസ് നിങ്ങൾ കേട്ടാൽ ഞെട്ടും. അതായത് ഒരു 1-1.5 ലക്ഷം രൂപ നഷ്ടത്തിൽ എനിക്ക് വണ്ടീൻ്റെ വില പോലും കൂട്ടാതെ, മോഡിഫിക്കേഷൻ്റെ വിലയോ ഒന്നും കൂട്ടാതെ, ഇത്രയും കാലം മുടക്കിയ ഒരു പൈസയും കൂട്ടാതെ ഞാൻ ജസ്റ്റ് ആ വണ്ടി കൊടുക്കുകയാണ് ചെയ്തത്. ചെക്കനാണെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളതാണ്, കൊച്ചിയിലും ഉണ്ട്. അപ്പോൾ എവിടെയും എനിക്ക് വണ്ടി കാണാൻ പറ്റും. ഞാൻ പറഞ്ഞു, എന്തായാലും പൊന്നോളം നമുക്ക് നല്ല അടിപൊളിയാക്കി പണിത് കൊണ്ട് നടക്കും, ഞാൻ കാണാൻ വരും. പൈസ ഒന്നും നോക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ ഉള്ള ഫണ്ട് ഇതാണ്, തരുമോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എടാ ചേച്ചി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അമ്മ പറഞ്ഞ അവസ്ഥ. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യ്, നീ ഒന്ന് എടുത്തോ, പക്ഷേ സെറ്റാക്കി കൊണ്ടു നടക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടി ഞാനും അവനും വിചാരിക്കാതെ തന്നെ കൊടുത്ത് കച്ചവടമായി.
സോ ഇനിയത്തെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ വലിയ പ്ലാനൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇനി ഒരിക്കലും എന്തായാലും മോഡിഫൈഡ് വണ്ടി എന്നുള്ളൊരു ഹെവി പ്ലാനിലോട്ട് ഞാനിപ്പോൾ എന്തായാലും പോകില്ല. എന്ന് വെച്ചാൽ ഇങ്ങനത്തെ കാറൊക്കെ എടുത്തിട്ട് ഞാൻ ഇപ്പോൾ എറണാകുളം, കൊച്ചി, ബാംഗ്ലൂർ പല സ്ഥലങ്ങളിൽ പോകും. ഇനി അടുത്ത പരിപാടി പിടിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഫാമിലിക്ക് പറ്റുന്ന ഒരു വണ്ടി എന്നാൽ ഒരു തിരക്കേടില്ലാത്തൊരു പുതിയ മോഡൽ വണ്ടിയാണ് നോക്കുന്നത്. ലൈക്ക് ഒരു 2020 മുകളിലോട്ടുള്ള 21-22 മോഡലുള്ള കുറച്ച് ഫാമിലി വീട്ടുകാർക്ക് എൻ്റെ അപ്പനൊക്കെ ഓടിക്കാൻ പറ്റുന്ന രീതിയിൽ. കാര്യം ഇതിപ്പോൾ പുറത്തിറങ്ങാൻ പറ്റുന്ന അവസ്ഥയാണ്. അപ്പോൾ ഒരു പുതിയ മോഡൽ വണ്ടിയാണ് നോക്കുന്നത്. അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോസിലൊക്കെ ഉറപ്പായിട്ടും പറഞ്ഞുതരാം. സോ സോറി ഗൈസ്, ബ്ലൂബി ഫാൻസ് എന്തായാലും വിഷമിക്കേണ്ട. ബ്ലാക്കി കൊടുത്തു, അതിൻ്റെ തീപ്പൊരിയായിട്ടുള്ള ബ്ലൂബി ഇറക്കി. ഇനി ബ്ലൂബി കൊടുക്കുമ്പോൾ അതിലും തീപ്പൊരി വണ്ടി ഇറക്കുമെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ തീപ്പൊരി വണ്ടി ഇറക്കും കാര്യം പുതിയ മോഡൽ നല്ല അടിപൊളി എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫാമിലി വണ്ടി ഇറക്കും. അതാണ് എൻ്റെ പ്ലാൻ. സോ കുറച്ച് ഒരു ഫാമിലി വേറെ പുതിയ മോഡൽ വണ്ടി എന്നൊക്കെ പറയുമ്പോൾ 4-5 ലക്ഷം രൂപയുടെ പരിപാടിയാണ്. അപ്പോൾ കുറച്ച് ഫണ്ട് കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നതിൻ്റെ പുറകെയാണ്. അപ്ഡേറ്റ്സ് ഒക്കെ പറഞ്ഞാൽ വിടാം. അപ്പോൾ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ നോട്ടിഫിക്കേഷൻ കൂടെ ഓണാക്കി വെച്ചേക്കുക. അപ്പോൾ വണ്ടിയൊക്കെ സെറ്റാക്കി തരാം. അപ്പോൾ എന്തായാലും നേരത്തെ ഉറങ്ങട്ടെ, ഇതൊന്ന് പറയായിട്ട് വീഡിയോ ഇടായിട്ട് എന്തോപോലെ ആയിപ്പോയി, അതുകൊണ്ടാണ് വീഡിയോ ഇട്ടേക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം, നിങ്ങൾ ഇഷ്ടപ്പെട്ട വണ്ടികളൊക്കെ കമൻറ്റ് ചെയ്യാം, നമുക്ക് നോക്കാം, സെറ്റ് ചെയ്യാം. സോ ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ വരുന്നത് അതുപോലെ എല്ലാവരും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ എടുത്ത് പറയാനുള്ള കാര്യം സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ ഓൾ ആക്കണേ നോട്ടിഫിക്കേഷൻ. കാരണം വീഡിയോസ് ഇടുമ്പോൾ ഒന്നും നോട്ടിഫിക്കേഷൻ വരുന്നില്ല. കഷ്ടപ്പെട്ട് വ്ളോഗ് ഇടുന്നില്ല എന്നെല്ലാവരും കുറ്റം പറയും. കഷ്ടപ്പെട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ജിമ്മിൻ്റെ വ്ളോഗ് ഇട്ട്, ആ വ്ളോഗ് കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് ഇപ്പോഴും 500 വ്യൂസ്. എൻ്റെ തകർന്നു പോയി. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാൻ മടുപ്പ് വരും. അപ്പോൾ മാക്സിമം വീഡിയോസൊക്കെ കാണാതെ അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ ചാടി കയറുക. മാക്സിമം നമുക്കിനി എല്ലാം ആക്റ്റീവ് ആക്കണം. പുതിയ വണ്ടീൻ്റെ അപ്ഡേറ്റ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇനി കുറേ പ്രോസസ്സ് ഉണ്ട്, ഒരുപാട് പരിപാടികളുണ്ട്. വണ്ടി കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇനി വരുന്ന കുറച്ച് വണ്ടി കാണാൻ പോകുന്ന പരിപാടികളൊക്കെ വീഡിയോസിന് വരുന്നുണ്ട്. ലൈക്ക് അടി സബ്സ്ക്രൈബ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് വെച്ചേക്കാം. സോ അപ്പോൾ എന്തായാലും അടുത്ത ഒരു അടിപൊളി വീഡിയോ ഇട്ട് വരാം. ബൈ ഗൈസ്, ലവ് യു ഓൾ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്.